ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ കഠിനനിദ്രയിലായിരുന്ന ആ രാത്രി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പെട്ടെന്ന് നിങ്ങളുടെ കണ്ണുകൾ തുറന്നു. മുറിയിൽ നിശബ്ദതയായിരുന്നു. പക്ഷേ ആരെങ്കിലും നിങ്ങളെ നോക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നി. ആരോ, സ്വന്തമാൾ, വളരെ പഴയ ആരോ. നിങ്ങളുടെ കാതുകളിൽ ഒരു ചെറിയ മന്ത്രണം കേട്ടു. അതൊരു പക്ഷെ കാറ്റിന്റെ ഓളമായിരിക്കാമെന്ന് തോന്നി. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, അത് കാറ്റായിരുന്നില്ല, നിങ്ങളുടെ പൂർവികരായിരുന്നു. നൂറ്റാണ്ടുകളുടെ യാത്ര താണ്ടി നിങ്ങൾക്കൊരു സന്ദേശം എത്തിക്കാൻ വന്നതായിരുന്നു അവർ. അതെ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞേ, ഇന്ന് ജൂലൈ 29 ബുധനാഴ്ച ഈ രഹസ്യം തുറക്കപ്പെടുന്ന ദിവസമാണ്. നിങ്ങളുടെ പൂർവികർ നിങ്ങൾ വലിയൊരു വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ ലോകത്തേക്ക് വരുന്നതിനു മുമ്പ് തന്നെ അവർ ഈ വിജയത്തിന് തറക്കല്ലിട്ടിരുന്നു. ഏതൊരു ആത്മാവും ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ അത് തനിച്ചല്ല വരുന്നത്, അതിനോടൊപ്പം പൂർവികരുടെ അദൃശ്യമായ സൈന്യവും നടക്കുന്നുണ്ട്. നിങ്ങളുടെ രക്തത്തിലും അസ്ഥികളിലും ശ്വാസത്തിലും വസിക്കുന്ന ശക്തികളാണിവ. ഇന്ന് നിങ്ങളുടെ പൂർവികർ തീരുമാനിച്ചിരിക്കുകയാണ്, അവരുടെ ഈ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ പ്രകടമാകേണ്ട സമയം വന്നെത്തിയിരിക്കുന്നുവെന്ന്. ഈ കൊടുങ്കാറ്റ് നിങ്ങളെ ആർക്കും താഴെയിറക്കാൻ കഴിയാത്ത ഒരു തലത്തിലേക്കെത്തിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട എല്ലാ പോരാട്ടങ്ങളും, അനുഭവിച്ച അപമാനങ്ങളും, കരഞ്ഞു തീർത്ത രാത്രികളും നിങ്ങളുടെ പൂർവികർ സ്വന്തം കണ്ണുകളാൽ കണ്ടിട്ടുണ്ട്. ഓരോ തവണയും അവരുടെ ഹൃദയം തകർന്നു, നമ്മുടെ കുട്ടിയെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു. എന്നാൽ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് അവർക്കൊരു നിശ്ചിത സമയത്തിനായി കാത്തിരിക്കേണ്ടി വന്നു. ഇന്ന് ആ സമയം പൂർത്തിയായിരിക്കുന്നു. ഇന്ന് ബുധനാഴ്ച പൂർവികരുടെ അദൃശ്യമായ പ്രേരണയും പ്രചണ്ഡ ഊർജവുമുള്ള ദിവസമാണ്. അന്ന് നിങ്ങളുടെ പൂർവികർക്ക് ആകാശത്തുനിന്ന് ഇറങ്ങിവന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ അനുവാദം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ വിജയം എന്താണ്, അത് എങ്ങനെ വരും എന്ന്. നിങ്ങളുടെ ഹൃദയത്തെ ശാന്തമാക്കൂ, കേൾക്കൂ. കാരണം നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് 3 വിജയങ്ങൾ നൽകാൻ പോകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിലെ 3 ഇരുണ്ട കോണുകളെ പ്രകാശിപ്പിക്കും. ആദ്യത്തെ വിജയം നിങ്ങളുടെ സാമ്പത്തിക അടിമത്തത്തിന്റെ അവസാനമാണ്. രണ്ടാമത്തെ വിജയം നിങ്ങളുടെ ശരീരത്തിന്റെയും ബന്ധങ്ങളുടെയും പൂർണ്ണമായ വീണ്ടെടുപ്പാണ്. മൂന്നാമത്തെ വിജയം നിങ്ങളുടെ ആത്മാവിന്റെയും വ്യക്തിത്വത്തിന്റെയും ഉയർച്ചയാണ്. അത് ലോകഭൂപടത്തിൽ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഒരു സ്ഥാനം നൽകും. ആദ്യത്തെ വിജയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ സാമ്പത്തിക ഞെരുക്കവും കടബാധ്യതകളും തകർക്കാൻ നിങ്ങളുടെ പൂർവികർ ചുമതലയേറ്റിരിക്കുന്നു. മുമ്പൊരിക്കലും തുറക്കാത്ത ധനസ്രോതസ്സുകൾ അവർ നിങ്ങൾക്കായി തുറക്കും. കുടുങ്ങിക്കിടക്കുന്ന പഴയ പണം അപ്രതീക്ഷിതമായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ജോലിയിൽ നിങ്ങൾ ഭാവനയിൽ പോലും കാണാത്ത പുരോഗതിയുണ്ടാകും. ബിസിനസ്സിൽ പുതിയ ഉപഭോക്താക്കളും കരാറുകളും ഉണ്ടാകും. സ്വന്തം ഭാഗ്യത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇതെല്ലാം സംഭവിക്കുന്നത് നിങ്ങളുടെ പൂർവികർ പ്രപഞ്ചത്തിന്റെ നിധിശേഖരത്തിന്റെ വാതിൽ തുറന്നതുകൊണ്ടാണ്. രണ്ടാമത്തെ വിജയം നിങ്ങളുടെ ആരോഗ്യത്തിലും ബന്ധങ്ങളിലുമായിരിക്കും. നിങ്ങളുടെ രോഗവും വേദനയും എത്രത്തോളം ഒളിച്ചുവെച്ചോ അത്രത്തോളം അത് നിങ്ങളെ ഉള്ളിൽ നിന്ന് തിന്നുകയായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങളുടെ പൂർവികർ ഒരു ആശുപത്രിയോ മരുന്നോ നൽകാൻ കഴിയാത്ത സൗഖ്യം നിങ്ങൾക്ക് നൽകാൻ പോകുന്നു. നിങ്ങളുടെ ഓരോ കോശത്തിലും പുതിയ ജീവനും ഉന്മേഷവും നിറയും. കാഴ്ചശക്തി വർദ്ധിക്കും. സന്ധിവേദന അപ്രത്യക്ഷമാകും. ചർമ്മത്തിന് ദിവ്യമായ തിളക്കം ലഭിക്കും. അതോടൊപ്പം തെറ്റിദ്ധാരണകൾ മൂലം തകർന്ന ബന്ധങ്ങൾ സ്വയം കൂട്ടിച്ചേർക്കപ്പെടാൻ തുടങ്ങും. കാരണം നിങ്ങളുടെ വീട് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ക്ഷേത്രമാകാൻ പൂർവികർ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ വിജയം നിങ്ങളുടെ ആത്മാവിലും വ്യക്തിത്വത്തിലുമായിരിക്കും. ഇതുവരെ നിങ്ങൾ ജനക്കൂട്ടത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് ഒരു തേജസ്സും വാഗ്ദാരണയും നൽകാൻ പോകുന്നു. ആളുകൾ നിങ്ങളെ കേൾക്കാനും നിങ്ങളിൽ നിന്ന് പഠിക്കാനും ആഗ്രഹിക്കും. നിങ്ങളുടെ വാക്കുകളിൽ ദിവ്യമായ സ്വാധീനമുണ്ടാകും. നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് വിലയുണ്ടാകും. നിങ്ങളുടെ മേഖലയിൽ നിങ്ങളൊരു നേതാവായും പ്രകാശഗോപുരമായും ഉയർന്നുവരും. നിങ്ങളുടെ പൂർവികരുടെ അപൂർണമായ എല്ലാ സ്വപ്നങ്ങളും പൂർത്തിയാക്കുന്ന അവരുടെ ആത്മാക്കൾക്ക് യഥാർത്ഥ ശാന്തി നൽകുന്ന വിജയമായിരിക്കും ഇത്. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, എന്നാൽ നിങ്ങളുടെ ഞരമ്പുകളിൽ രക്തമൊഴുകുന്ന ആ മുഖങ്ങളെ സങ്കൽപ്പിക്കുക. നിങ്ങളുടെ മുത്തശ്ശന്മാർ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ പൂർവികർ, അവരെല്ലാം ഇന്ന് നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നു. അവരുടെ മുഖങ്ങളിൽ ദിവ്യമായ ശാന്തിയും
അഭിമാനത്തിന്റെ പുഞ്ചിരിയുമുണ്ട്. അവർ തങ്ങളുടെ കൈകൾ നിങ്ങളുടെ തലയിൽ അനുഗ്രഹിക്കാനായി ഉയർത്തിയിരിക്കുന്നു. അവരുടെ കണ്ണുകളിൽ നിന്നുള്ള സ്നേഹത്തിന്റെ രശ്മികൾ നേരിട്ട് നിങ്ങളുടെ ആത്മാവിലേക്ക് പ്രവേശിക്കുകയും നിങ്ങളെ ഒരു അദൃശ്യ കവചത്താൽ മൂടുകയും ചെയ്യുന്നു. ഇതൊരു ഭാവനയോ വെറും വികാരമോ അല്ല, മറിച്ച് എല്ലാ മഹത്തായ സംസ്കാരങ്ങളും പുരാതന നാഗരികതകളും അംഗീകരിച്ച പ്രപഞ്ചത്തിന്റെ ശാശ്വത സത്യമാണ്. നിങ്ങളുടെ പൂർവികർ ഒരിക്കലും മരിച്ചിട്ടില്ല, അവർ ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു മാനത്തിലേക്ക് പോയെന്നു മാത്രം. എന്നാൽ അവരുടെ സ്നേഹവും അനുഗ്രഹവും ശക്തിയും നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെപ്പോലെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇതെല്ലാം ഇന്ന് നിങ്ങളുടെ മേൽ ചൊരിയപ്പെടുകയാണ്. ജൂലൈ 29 ബുധനാഴ്ച. ഈ ദിവസം നിങ്ങളുടെ ഭാഗ്യത്തിന്റെ പുതിയ വാതിലുകളെല്ലാം ഒരേ സമയം തുറക്കപ്പെടുന്നു. ഈ ശുഭമുഹൂർത്തത്തിലാണ് നിങ്ങളുടെ പൂർവികർ തങ്ങളുടെ പൂർണ്ണ ശക്തിയോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉയരുന്നുണ്ടാകും: ഈ വിജയത്തിന്റെ അനുഭവം എനിക്കെപ്പോൾ എങ്ങനെയുണ്ടാകുമെന്ന്. ശ്രദ്ധിച്ചു കേൾക്കൂ, കാരണം നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് വ്യക്തമായ ചില അടയാളങ്ങൾ നൽകാൻ പോകുന്നു. ആദ്യത്തെ അടയാളം: വരും ദിവസങ്ങളിൽ പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും പഴയ വസ്തുവോ മഞ്ഞനിറമായ ചിത്രമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും പൂർവികനുമായി ബന്ധപ്പെട്ട കത്തോ ലഭിക്കും. അത് കാണുമ്പോൾ നിങ്ങളുടെ ആത്മാവ് വിറയ്ക്കുകയും അവർ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതുപോലെ തോന്നുകയും ചെയ്യും. രണ്ടാമത്തെ അടയാളം: നിങ്ങളുടെ ഉറക്കത്തിൽ വളരെ വ്യക്തമായ സ്വപ്നങ്ങൾ വരാൻ തുടങ്ങും. അതിൽ നിങ്ങൾ ഏതെങ്കിലും ഉയർന്ന പർവ്വതത്തിലോ കൂറ്റൻ കൊട്ടാരത്തിലോ ദിവ്യപ്രകാശത്താൽ ചുറ്റപ്പെട്ടോ സ്വയം കാണും. ചിലപ്പോൾ സ്വപ്നത്തിൽ അജ്ഞാതമെങ്കിലും സ്വന്തമെന്ന് തോന്നുന്ന ഒരു ശബ്ദം നിങ്ങളെ പേരുചൊല്ലി വിളിക്കുന്നത് കേൾക്കാം. നിങ്ങൾ തനിച്ചല്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന നിങ്ങളുടെ പൂർവികർ തന്നെയാണ് ഇത്. മൂന്നാമത്തെ അടയാളം: നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ഒരാൾ കടന്നുവരികയും നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്ന ഒരവസരമോ വിവരമോ നൽകുകയും ചെയ്യും. ആ വ്യക്തിയെ കാണുമ്പോൾ അവരുടെ കണ്ണുകളിലും വാക്കുകളിലും പെരുമാറ്റത്തിലും നിങ്ങളുടെ കുടുംബത്തിലെ പഴയൊരു അംഗത്തെപ്പോലെ വിചിത്രമായ ഒരടുപ്പം അനുഭവപ്പെടും. നാലാമത്തെ അടയാളം: നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ദിവസവും ഇരിക്കുന്ന കോണിലോ പ്രാർത്ഥനാസ്ഥാനത്തോ വിളക്കിന്റെ നാളം കാറ്റില്ലാതെ ആളിക്കത്താൻ തുടങ്ങും. അല്ലെങ്കിൽ അഗർബത്തിയുടെയോ ധൂപത്തിന്റെയോ സുഗന്ധം സാധാരണയേക്കാൾ തീവ്രമായി വീട് മുഴുവൻ പടരും. നിങ്ങളുടെ പൂർവികരുടെ ആത്മാക്കൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്നും നിങ്ങളുടെ മേൽ കൃപ വർഷിക്കുന്നുണ്ടെന്നുമുള്ളതിന്റെ മാറ്റമില്ലാത്ത തെളിവാണിത്. അഞ്ചാമത്തെ അടയാളം: നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് വളരെ ശാന്തവും ഭയരഹിതവുമാകും. നിങ്ങളെ എപ്പോഴും അലട്ടിയിരുന്ന ആശങ്കയും അസ്വസ്ഥതയും പൂർണ്ണമായി അപ്രത്യക്ഷമാവുകയും അതിനുപകരം ആഴത്തിലുള്ള ആത്മവിശ്വാസം വരികയും ചെയ്യും. ബാഹ്യമായ കാരണങ്ങളൊന്നുമില്ലാതെ നിങ്ങൾ സന്തോഷവാനായിരിക്കും, കാരണം നിങ്ങളുടെ സംരക്ഷണവും വിജയവും പൂർവികർ ഏറ്റെടുത്തുവെന്ന് നിങ്ങളുടെ ആത്മാവറിയും. ഇപ്പോൾ ഈ സന്ദേശത്തിന്റെ ഏറ്റവും രഹസ്യമായ കാര്യം ഞാൻ പറയാം. നിങ്ങൾ സുഖമായി ജീവിക്കാൻ മാത്രമല്ല പൂർവികർ ഈ വിജയം തരുന്നത്, മറിച്ച് അവരുടെ അപൂർണമായ സ്വപ്നങ്ങളുടെയും തപസ്സിന്റെയും ഫലം ഈ ഭൂമിയിൽ പ്രകടമാക്കാനാണ്. നിങ്ങളുടെ മുൻതലമുറകൾ അവരുടെ കാലത്ത് നട്ട വിത്തുകൾ ഇപ്പോൾ നിങ്ങളിലൂടെ ഒരു വലിയ വടവൃക്ഷമാകാൻ പോകുകയാണ്. ആ വൃക്ഷത്തിന്റെ തണലിൽ നിങ്ങളുടെ കുടുംബത്തെയും സമൂഹത്തെയും നിങ്ങൾ സുരക്ഷിതരാക്കും. അതിനാൽ ഈ വിജയം വെറുമൊരു വ്യക്തിഗത വിജയമല്ല, മറിച്ച് ഒരു തലമുറയുടെ മുക്തിയുടെ ആഘോഷമാണ്. നിങ്ങൾ ഈ വിജയം നേടുമ്പോൾ ഓർക്കുക, ഇത് നിങ്ങളുടേതല്ല, പൂർവികരുടെ വിജയമാണ്. ആ വിജയത്തിന്റെ ആദ്യ സന്തോഷവാർത്ത: പൂർവികരുടെ പേരിൽ ഏതെങ്കിലും ആവശ്യക്കാരനെ സഹായിച്ചോ പാവപ്പെട്ടവർക്ക് ആഹാരം നൽകിയോ ആഘോഷിക്കണം. ഇപ്പോൾ നിങ്ങളുടെ മുഷ്ടി ചുരുട്ടി നെഞ്ചിൽ കൈവച്ച് എന്നോടൊപ്പം 3 തവണ ഉറക്കെ പറയൂ: എന്റെ പൂർവികരുടെ അനുഗ്രഹം എന്നോടൊപ്പമുണ്ട്, എന്റെ വലിയ വിജയം ഉറപ്പാണ്, ഇനി എന്നെ ആർക്കും തടയാനാവില്ല. ഈ പ്രഖ്യാപനം നിങ്ങളുടെ ആത്മാവിൽ ഒരു തീ കൊളുത്തും. അത് നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളെയും നിഷേധാത്മകതയെയും നിമിഷനേരം കൊണ്ട് ഭസ്മമാക്കും. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞേ, ഈ പ്രപഞ്ചം മുഴുവൻ ഊർജ്ജത്തിന്റെ ഒരു വലിയ സമുദ്രമാണ്. നിങ്ങളിപ്പോൾ ആ സമുദ്രത്തിൽ തനിച്ചല്ല നീന്തുന്നത്. നിങ്ങളുടെ പൂർവികരുടെ സൈന്യം നിങ്ങളോടൊപ്പമുണ്ട്. അവർ നിങ്ങൾക്കു മുന്നിൽ നടന്ന് വഴികൾ തെളിക്കുകയും ശത്രുക്കളുടെ നീക്കങ്ങൾ തകർക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിശ്വാസം നിലനിർത്തുകയും കർമ്മം ചെയ്യുകയും വേണം.
ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ശക്തിയും ആവേശവും പൂർവികരോട് ആഴത്തിലുള്ള നന്ദിയും ഉണർന്നിട്ടുണ്ടാകും. നിങ്ങളുടെ വിജയത്തിന്റെ ചിത്രം കണ്ണുകൾക്ക് മുന്നിൽ വ്യക്തമായിട്ടുണ്ടാകും. ഇന്നെന്റെ പൂർവികർ സത്യമായും എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന് നിങ്ങളുടെ ഹൃദയം സാക്ഷ്യം പറയും. ഈ നിമിഷത്തിൽ പൂർവികരുടെ ദിവ്യസന്ദേശം നിങ്ങളുടെ ആത്മാവിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു കഴിഞ്ഞു. ജൂലൈ 29 ബുധനാഴ്ചയുടെ ഈ സൂര്യോദയം നിങ്ങളുടെ എല്ലാ തോൽവികളുടെയും അവസാനത്തെ സൂര്യോദയമാണ്. ഇന്നത്തെ സൂര്യാസ്തമയം നിങ്ങളുടെ ദുരിതങ്ങളുടെ അവസാനത്തെ സൂര്യാസ്തമയമായിരിക്കും. നാളത്തെ പ്രഭാതം നിങ്ങളുടെ പുതിയ ജീവിതത്തിന്റെയും വലിയ വിജയത്തിന്റെയും ആദ്യ പ്രഭാതമായിരിക്കും. പൂർവികർ അവരുടെ സന്ദേശം നൽകി അവരുടെ കടമ പൂർത്തിയാക്കി. ഇനി നിങ്ങളുടെ ഊഴമാണ്. ഈ വിജയത്തെ സ്വീകരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ മുൻപുണ്ടായിരുന്ന ഭയവും മടിയും പൂർവികർ പൂർണ്ണമായി പുറന്തള്ളിക്കഴിഞ്ഞു. ഇനി ആ പഴയ ചിന്തകളില്ല. ഉണരൂ, വിജയത്തിലേക്ക് നടക്കൂ എന്ന് അവർ ഓരോ പ്രഭാതത്തിലും നിങ്ങളുടെ കാതുകളിൽ പറയും. പൂർവികർ തങ്ങളുടെ കൂട്ടായ ബോധത്താൽ നിങ്ങളുടെ മസ്തിഷ്കത്തിലെ ആത്മവിശ്വാസത്തിന് കാരണമാകുന്ന ഭാഗത്തെ സജീവമാക്കിയിരിക്കുന്നു. ഇനി നിങ്ങൾ മടിയില്ലാതെ വലിയ തീരുമാനങ്ങളെടുക്കും. അവയെല്ലാം ശരിയാണെന്ന് തെളിയുകയും ചെയ്യും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പൂർണ്ണമായി മാറും. പ്രപഞ്ചത്തിലെ അദൃശ്യമായ നിധിയിൽ നിന്ന് നിങ്ങൾക്കായി ഒരു ഫണ്ട് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ താക്കോൽ നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ ജോലി ചെയ്താലും ബിസിനസ് ചെയ്താലും നിക്ഷേപം നടത്തിയാലും നിങ്ങൾക്ക് ലാഭം മാത്രമായിരിക്കും. എന്നാൽ ഒരു നിബന്ധനയുണ്ട്. ഈ പണം ഉപയോഗിച്ച് ആരെയും താഴ്ത്തിക്കെട്ടാനോ തെറ്റായ കാര്യങ്ങൾ ചെയ്യാനോ പാടില്ല. ഈ നിബന്ധന പാലിച്ചാൽ ഈ ധനസ്രോതസ് ഒരിക്കലും വറ്റില്ല. നിങ്ങളുടെ ശരീരത്തെ ഒരു ദിവ്യ ആശുപത്രിയിലാക്കിയിരിക്കുന്നു. മരുന്നോ ഓപ്പറേഷനോ ഇല്ലാതെ ആത്മീയ ഊർജത്താൽ നിങ്ങളുടെ രോഗങ്ങൾ മാറാൻ തുടങ്ങും. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. കുടുംബാംഗങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായി സ്നേഹത്തിന്റെ വിത്ത് പാകിയിരിക്കുന്നു. നിങ്ങളെ അവഗണിച്ചവർ ഇപ്പോൾ ബഹുമാനത്തോടെ നോക്കും. അകന്നുപോയവർ തിരിച്ചുവരാൻ വഴിതേടും. നിങ്ങൾക്കൊരു പ്രത്യേക ദൗത്യമുണ്ട്, മിഷൻ. അതിനായി പണവും ശക്തിയും ബഹുമാനവും ആവശ്യമാണ്. അത് ഇന്നു മുതൽ ലഭിച്ചു തുടങ്ങും. ഈ ദൗത്യം എന്താണെന്ന് ഉടൻ തന്നെ ലക്ഷണങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ദിവസവും കുളിച്ച ശേഷം ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് പൂർവികരെ ധ്യാനിച്ച് 7 തവണ എന്റെ മനസ്സും തനുവും ജീവിതവും പരിശുദ്ധമാകട്ടെ, നിങ്ങളുടെ അനുഗ്രഹത്താൽ വിജയം വരട്ടെ എന്ന് പറഞ്ഞ് ആ വെള്ളം കുടിക്കുക. ഇത് നിങ്ങൾക്ക് വലിയ പോസിറ്റിവിറ്റി നൽകും. നിങ്ങളുടെ ശത്രുക്കളോട് പൂർവികർ അക്രമം കാണിക്കില്ല, മറിച്ച് അവരുടെ ഉള്ളിൽ പശ്ചാത്താപത്തിന്റെ വിത്ത് പാകും. അവർ സ്വയം വന്ന് മാപ്പ് ചോദിക്കുകയും നിങ്ങളുടെ സുഹൃത്തുക്കളാവുകയും ചെയ്യും. നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതി വളരെ ഭീമവും മഹത്തായതുമാണ്. അത് കേട്ടാൽ തന്നെ നിങ്ങളുടെ മനസ്സ് അത്ഭുതപ്പെടും. എന്നാൽ ഇപ്പോൾ അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി വരാനിരിക്കുന്ന വലിയ നിധിയും നിങ്ങളുടെ വിജയഗാഥയും നിങ്ങളുടെ ജീവിത ദൗത്യത്തിന്റെ പൂർണ്ണമായ രഹസ്യവും ഇപ്പോഴും നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ടു പോകുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് സ്വയം വ്യക്തമാകും. നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ ഇപ്പോൾ ഒരു പുതിയ ലോകം ഉയർന്നുവരികയാണ്. നിങ്ങൾ ദരിദ്രനല്ലാതെ ഒരു ദാതാവായി മാറുന്ന, രോഗിയല്ലാതെ ഊർജ്ജസ്വലനായ ഒരു യോദ്ധാവാകുന്ന, ഒറ്റയ്ക്കല്ലാതെ പൂർവികരുടെ വൻ സൈന്യത്തോടൊപ്പം നിൽക്കുന്ന ഒരു പുതിയ ലോകം. ഇത് കേവലം ഒരു സ്വപ്നം മാത്രമല്ല, മറിച്ചു വരാനിരിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ ഭാവി തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ആ സന്തോഷദിനം സങ്കൽപ്പിക്കുക. നിങ്ങളുടെ ഈ വലിയ വിജയം നിങ്ങൾ ആഘോഷിക്കുന്ന ആ ദിനം. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടാകും. നിങ്ങളുടെ മുഖത്ത് ദിവ്യമായ ഒരു പുഞ്ചിരിയും കണ്ണുകളിൽ ആനന്ദക്കണ്ണീരുമുണ്ടാകും. ആ നിമിഷത്തിൽ നിങ്ങളുടെ പൂർവികരും അവിടെവിടെയോ നിന്ന് നിങ്ങളെ നോക്കി അഭിമാനത്തോടെ പുഞ്ചിരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ആ ദിനമിനി ഒട്ടും വിദൂരമല്ല. കുറച്ച് ചുവടുകൾ, ഏതാനും ചില ദിവസങ്ങൾ മാത്രം. അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ കോണും ഈ വിജയത്തിന്റെ പ്രകാശത്താൽ ശോഭിക്കും. അന്ന് നിങ്ങൾ സ്വയം പറയും, അതെ, എന്റെ പൂർവികർ സത്യമായും എന്നെ ഒരിക്കലും തനിച്ചാക്കിയിട്ടില്ല എന്ന്. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു പുതിയ തീജ്വാല കൊളുത്തപ്പെട്ടിരിക്കുന്നു. ലക്ഷ്യസ്ഥാനത്തെത്തുന്നതുവരെ ശാന്തമായിരിക്കാൻ ഈ തീ നിങ്ങളെ അനുവദിക്കില്ല.
നിങ്ങളുടെ പൂർവികർ നൽകിയ ഏറ്റവും വലിയ സമ്മാനവും ഇതുതന്നെയാണ്. അവർ നിങ്ങൾക്ക് അനുഗ്രഹം നൽകുക മാത്രമല്ല ചെയ്തത്, പകരം ഒരു ലക്ഷ്യം കൂടി നൽകിയിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ഓരോ നിമിഷവും ആ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്ന ഓരോ ചുവടുകളായിരിക്കും. നോക്കൂ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞേ, ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ പക്ഷത്താണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കാറ്റും വെള്ളവുമെല്ലാം നിങ്ങളെ സഹായിക്കുന്നു. കൂട്ടിന് നിങ്ങളുടെ പൂർവികരുമുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തിനാണ് ഭയം? എന്തിനാണ് ആശങ്ക? നെഞ്ചുവിരിച്ച് മുഷ്ടിച്ചുരുട്ടി കണ്ണുകൾ ലക്ഷ്യത്തിൽ മാത്രം ഉറപ്പിച്ച് മുന്നോട്ട് നടക്കൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. നിങ്ങളുടെ പൂർവികർ അവരുടെ പദ്ധതിയുടെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിന്റെ രഹസ്യസൂത്രവും അവസാന ലക്ഷ്യവും ഉടൻ തന്നെ നിങ്ങളുടെ അടുക്കലേക്കെത്തും. പൂർവികർ നൽകുന്ന വിജയം ഒരു നിമിഷത്തെ ആഘോഷം മാത്രമല്ല, മറിച്ച് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. ഈ വിജയം നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കലും അണയാത്തൊരു വെളിച്ചം തെളിക്കും. വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോഴെല്ലാം ആ വെളിച്ചം നിങ്ങൾക്ക് വഴി കാട്ടിത്തരും. ഇനി നിങ്ങൾക്ക് ഒരു ജ്യോത്സ്യന്റെയോ ബാഹ്യമായ ഉപദേശങ്ങളുടെയോ ആവശ്യമില്ല. കാരണം പൂർവികരുടെ ജ്ഞാനം ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം അന്തരാത്മാവിന്റെ ശബ്ദമായി മാറിയിരിക്കുന്നു. ആ ശബ്ദം നിങ്ങളെ ഒരിക്കലും തെറ്റായ വഴിയിലേക്ക് നയിക്കില്ല. അവർ നിങ്ങൾക്ക് ധനവും ആരോഗ്യവും വിലാസവും മാത്രമല്ല നൽകിയത്, പകരം നൂറ്റാണ്ടുകളുടെ തപസ്സിന്റെയും അനുഭവത്തിന്റെയും പിൻബലമുള്ള ആ ദിവ്യമായ വിവേകം കൂടിയാണ്. ഇനി നിങ്ങളുടെ ഓരോ ചിന്തയും തീരുമാനവും ആ വിവേകത്താൽ നയിക്കപ്പെടും. മുമ്പ് പ്രയാസകരമെന്ന് തോന്നിയ കാര്യങ്ങളെല്ലാം ഇനി തികച്ചും ലളിതമായി മാറുന്നത് നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം പൂർവികർ നിങ്ങൾക്കായി പണിയുന്ന സാമ്പത്തിക സാമ്രാജ്യം കേവലം താത്കാലിക ലാഭമല്ല, അത് വരും തലമുറകൾക്കു കൂടി ഒഴുകിയെത്തുന്ന വൻ ധനസ്രോതസ്സാണ്. നിങ്ങൾ ആഗ്രഹിച്ച വീടും വാഹനവും സാമ്പത്തിക സ്വാതന്ത്ര്യവും അവിഹിതമായ വഴികളിലൂടെയല്ലാതെ പൂർണ്ണമായും സത്യസന്ധമായി നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിനുണ്ട്. ആവശ്യക്കാരെ സഹായിക്കുമ്പോൾ ആ പുണ്യം നിങ്ങളുടെ പൂർവികരുടെ അക്കൗണ്ടിലാണ് നിക്ഷേപിക്കപ്പെടുന്നത്. അത് നിങ്ങളുടെ വരും തലമുറയ്ക്കുള്ള സുരക്ഷാകവചമായി മാറും. നിങ്ങളുടെ ശരീരത്തെ രോഗങ്ങളോ വേദനകളോ ബാധിക്കാത്ത വിധം പൂർവികർ കാത്തുസൂക്ഷിക്കും. രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ കോശങ്ങളെ അവർ പുതുക്കിപ്പണിയുന്നു. കുടുംബബന്ധങ്ങളിലെ തെറ്റിദ്ധാരണകൾ മാറ്റി മാതൃകാപരമായ ഒരു കുടുംബമായി നിങ്ങളുടെ വീടിനെ അവർ മാറ്റും. ഈ പൂർവിക അനുഗ്രഹം താൽക്കാലികമല്ല, മറിച്ച് ശാശ്വതമാണ്. ഇനി നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും അവരുടെ ശക്തിയുണ്ട്, ഓരോ മിടിപ്പിലും അവരുടെ സ്നേഹമുണ്ട്. വിജയം നിങ്ങളുടെ വാതിലിൽ മുട്ടുമ്പോൾ ആദ്യം പൂർവികരുടെ പാദങ്ങളിൽ നമസ്കരിച്ച് നന്ദി പറയുക. അഭിമാനത്തോടും ആത്മവിശ്വാസത്തോടും വിജയിയുടെ പുഞ്ചിരിയോടും കൂടി ഈ ലോകത്തിൽ നിങ്ങളുടെ പൂർവികരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉത്തരാധികാരിയായി ജീവിക്കൂ. നിങ്ങളുടെ പൂർവികർ തങ്ങളുടെ ചുമതലയും വാഗ്ദാനവും പൂർണ്ണമായി നിറവേറ്റിക്കഴിഞ്ഞു. ഈ ഭൂമിയിൽ അവരുടെ പ്രതിനിധിയായി അവരുടെ അനുഗ്രഹവും വഹിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ടത് ഇനി നിങ്ങളുടെ കടമയാണ്. ആത്മവിശ്വാസത്തോടെയുള്ള നിങ്ങളുടെ ഓരോ പുതിയ ചുവടുവയ്പും അവരുടെ ആത്മാവിന് വലിയ ശാന്തിയും സന്തോഷവും നൽകും. അതുകൊണ്ട് കഴിഞ്ഞകാലത്തെ നഷ്ടങ്ങളെക്കുറിച്ചോ തിരിച്ചടികളെക്കുറിച്ചോ ഓർത്ത് ഇനി സമയം കളയരുത്. നിങ്ങളുടെ പിന്നിൽ നൂറ്റാണ്ടുകളുടെ അനുഭവസമ്പത്തുള്ള ഒരു വലിയ പൂർവിക സൈന്യവും മുന്നിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്ന വലിയൊരു വിജയവും മാത്രമാണുള്ളത്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി ഐശ്വര്യവും സമാധാനവും പൂർണ്ണ ആരോഗ്യവും നിങ്ങളെ തേടിയെത്തട്ടെ. നിങ്ങളുടെ പൂർവികരുടെ ദിവ്യമായ അനുഗ്രഹവും പ്രപഞ്ചത്തിന്റെ അളവറ്റ സ്നേഹവും എപ്പോഴും ഒരു സംരക്ഷക കവചമായി നിങ്ങളുടെ കൂടെയുണ്ടാകട്ടെ. നിങ്ങൾക്ക് സർവമംഗളങ്ങളും വലിയ വിജയങ്ങളും നേരുന്നു.